എമി അർജുൻ്റെ പിറകെ നടന്നു. പ്ലീസ്, എന്നതാ ചേട്ടാ, അവൾ എന്ത് വന്നാലും ഇവിടെ നിന്ന് പോകുമെന്നാ പറയുന്നത്. എമിയുടെ പറച്ചിൽ കേട്ടതും അർജുൻ തിരിഞ്ഞ് എമിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഇവിടെ നിന്നും പോകാതെ ഇരിക്കാനുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിന്റേതാണ് കുട്ടി. അതും പറഞ്ഞ് എമിയുടെ മൂക്കിൻ തുമ്പ് വലിച്ചു വിട്ടുകൊണ്ട് അർജുൻ മറുപടി കൊടുത്തു. ഞാൻ കുഴിഞ്ഞു നിങ്ങളെ രണ്ടാളെയും കൊണ്ട്. ഒരിടത്ത് പെങ്ങളെങ്കിൽ ഒരിടത്ത് എൻ്റെ ചെക്കൻ. ഞാൻ എന്നതാ വേണ്ടുന്നേ എൻ്റെ കർത്താവേ. ഇവർക്ക് രണ്ടാൾക്കും ഇടയിൽ എന്തു പറഞ്ഞാലും പണി എനിക്ക് തന്നെ കിട്ടും, ഉറപ്പ്. ആജുവേട്ടാ, എമി ഉറക്കെ വിളിച്ചു. അർജുൻ എമിയെ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് മുകളിലത്തെ അവൻ്റെ റൂമിലേക്ക് പോയി. അർജുൻ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ തന്നെയായിരുന്നു. അവൻ്റെ OPD നോക്കിയിരുന്നത് അഭിയും ദിവ്യയും കൂടിയായിരുന്നു. ഇന്ന് അർജുൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്. എമി രണ്ടും കൽപ്പിച്ച് അവൻ്റെ പുറകെ തന്നെ അവൻ്റെ റൂമിലേക്ക് നടന്നു. എമി ഡോറ് തള്ളി തുറന്ന് അകത്ത് കയറിയതും കാണുന്നത് ഷർട്ട്ലെസ്സായി നിൽക്കുന്ന അർജുനെയാണ്. എമി അയ്യേ എന്നും പറഞ്ഞ് തിരിഞ്ഞു നിന്നു. ഇതിലെന്നതാടി നാണിക്കാൻ? നാളെ നിനക്ക് കാണാനുള്ളത് ഒക്കെയല്ലേ ഇത്. അതും പറഞ്ഞ് അർജുൻ ഒരു വൈറ്റ് ഷർട്ട് എടുത്ത് ധരിച്ചു. താഴെയുള്ള ബട്ടൺസ് ഓരോന്നായി ഇട്ടുകൊണ്ട് അവളുടെ മുന്നിലായി കയറി നിന്നു. എമി ഇറങ്ങി ഓടിയാലോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. എമിയുടെ കണ്ണുകളിലേക്ക് നോക്കിയ അർജുൻ അവളെ വലിച്ച് അവനിലേക്ക് ചേർത്തു. എമി, നിനക്കറിയാലോ എല്ലാം. എനിക്ക് അവളെ വിട്ടുകളയാൻ തോന്നുന്നില്ല. അവൾ ഇവിടെ വേണം, അച്ഛൻ്റെയും എൻ്റെയും ഒപ്പം. ഇനി അവൾ ജീവിക്കേണ്ടത് ഇവിടെയാണ്. എമി, എൻ്റെ ഭാര്യയാണ് ഭർത്താവിൻ്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത്. എമി അർജുൻ്റെ ഷർട്ടിൻ്റെ ബാക്കിയുള്ള ബട്ടൺസ് ഇട്ട് കൊടുത്തു. അവനോടായി പറഞ്ഞു. ഭാര്യയോ? ആയോ അപ്പോഴേ? അർജുൻ എമിയുടെ ചെവിയിലേക്ക് സ്വകാര്യം പോലെ പറഞ്ഞു. അത് എപ്പോഴേ ആയി. ഒരു ചരടിനാൽ ബന്ധിപ്പിക്കേണ്ട കാര്യം ഇല്ല, ഉണ്ടോ? അർജുൻ ചോദ്യഭാവത്തിൽ എമിയെ നോക്കി. അവളതിന് വേണ്ട എന്ന പോലെ തലയാട്ടി കാണിച്ചു. പെട്ടെന്നാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. എമി വേഗം അർജുൻ്റെ പിടിവിട്ട് പുറത്തേക്ക് വേഗത്തിൽ നടന്നു. അവളുടെ പോക്ക് നോക്കി അവൻ അങ്ങനെ നിന്നു. പെട്ടെന്നാണ് അവിടേക്ക് ഒരു കാർ വന്നത്. ഇതിപ്പോൾ ആരാ ഈ നേരത്ത്? അതും പറഞ്ഞ് അർജുൻ വിൻഡോയിലെ കർട്ടൻ നീക്കി നോക്കി. അതുപോലെ തന്നെ അതവൻ വലിച്ചിട്ടു. നാശം, രാവിലെ തന്നെ കെട്ടിയെഴുതിയേക്കുക. അർജുൻ ഡോറ് ലോക്ക് ചെയ്തു. ആരാ വന്നത് എന്നല്ലേ? വേറെ ആരാ? അഞ്ജലി. അവൾ കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി സെക്യൂരിറ്റിയോടായി പറഞ്ഞു. ഡോ, ഇതൊന്ന് പാർക്ക് ചെയ്തേക്ക്. അതും പറഞ്ഞ് കീ അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു. അവൾ അകത്തേക്ക് നടന്നു. അകത്തേക്ക് കയറിയ അഞ്ജലി കാണുന്നത് കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന എമിയാണ്. ഒപ്പം കാർത്തികയുമുണ്ട്. അഞ്ജലിയെ കണ്ടതും ആ, ഈ ഒരു പൂതനയുടെ കുറവ് ഉണ്ടായിരുന്നുള്ളൂ. കോളം തികഞ്ഞു. കാർത്തിക ചുണ്ടിൻ്റെ കീഴെയായി പിറുപിറുത്തു. എന്നാൽ എമി അത് നല്ല വ്യക്തമായി തന്നെ കേട്ടു. ഡീ, വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ അഞ്ജലി കുഞ്ഞിൻ്റെയും എമിയുടെയും അടുത്തേക്ക് ചെന്നു. എമിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചെടുക്കാനായി നോക്കി. അഞ്ജലിയുടെ പിടിവലിയിൽ കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കാർത്തിക പാഞ്ഞു വന്ന് അഞ്ജലിയുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് വലിച്ചു. കവിളിലായി ഒന്ന് പൊട്ടിച്ചു. ഇനി നീ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടും, കേട്ടല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ദേവിക അവിടേക്ക് വന്നത്. നീ എൻ്റെ കുഞ്ഞിനെ തല്ലുമൂടി. അതും പറഞ്ഞ ദേവിക കാർത്തികയെ തല്ലാനായി കൈ ഉയർത്തിയതും തൊട്ടു പോകരുത് എൻ്റെ മോളെ. അത് ശേഖരനായിരുന്നു. ആരുടെയും ഹെൽപ്പില്ലാതെ പയറുപോലെ നടന്നുവെന്ന ശേഖരനെ നോക്കി ദേവിക ഒരു നിമിഷം വെള്ളമിറക്കിപ്പോയി. അവൾക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. മോളോ? എവിടുത്തെ മോൾ? നിങ്ങൾ പറ. ഇത് നിങ്ങളെ മോളോ? നിങ്ങളുടെ മരിച്ചുപോയ ഭാര്യ പ്രസവിച്ചതാണോ? പറഞ്ഞു തീർന്നില്ല. ദേവികയുടെ കർണം പുകച്ചു ശേഖരൻ. എൻ്റെ രേവുവിനെപ്പറ്റി ഇനി നീ എന്തേലും പറഞ്ഞാൽ അടിച്ച് പുറത്താക്കും നിന്നെ. അഞ്ജലി,
ഇവിടേക്ക് വരല്ലോ. ഇത് എൻ്റെ വീടാണ്. എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ. പക്ഷേ ഇവിടെ ആര് വരണം വരേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ശേഖരൻ്റെ ഉറച്ച തീരുമാനം കേൾക്കെ ദേവികയിൽ ദേഷ്യം ഉടലെടുത്തു. കരയുന്ന കുഞ്ഞിനെ എമിയുടെ കയ്യിൽ നിന്നും വാങ്ങി എമിയുമായി ശേഖരൻ പുറത്തേക്ക് നടന്നു. ഡീ, നീ അയാളുടെ കൂട്ടുപിടിച്ച് എന്നെ തല്ലിപ്പിച്ചു അല്ലേ? എന്നെ എതിർത്തവരെയും എനിക്ക് തടസ്സം നിന്നവരെയും ഈ വീട്ടിൽ നിന്നും ഞാൻ തുടച്ചു നീക്കിയിട്ടുണ്ട്. പിന്നെയാ നരുന്ത് പോലുള്ള നിന്നെ ഒരുത്തിയെ. അയാളെ എന്നെ തല്ലി. അതിന് വേണ്ടുന്നത് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നെ തല്ലിയതോർത്ത് അയാൾക്ക് കരയേണ്ടി വരും. അതും പറഞ്ഞ് അഞ്ജലിയുടെ കയ്യും പിടിച്ച് ദേവിക അവരുടെ റൂമിലേക്ക് പോയി. ദേവികയുടെ വാക്കുകൾ ഒരു നിമിഷം കാർത്തികയുടെ ഉള്ളിൽ കിടന്ന് പുകഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? എൻ്റെ അച്ഛനെ അവർ എന്തെങ്കിലും ചെയ്യും എന്നല്ലേ എനിക്ക് പേടിയാവുന്നു. ഇന്ന് എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി സംസാരിച്ചു. എനിക്ക് വേണ്ടി അവരെ തല്ലി. കാർത്തികയുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ നിറഞ്ഞൊഴുകി. ഇതെല്ലാം മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് അർജുൻ കാണുന്നുണ്ടായിരുന്നു. ഇല്ല, ഇനി നീ ഇവിടെ നിന്നും പോകില്ല, അർജുൻ മനസ്സിലായി പറഞ്ഞു.